ജോർദാൻ ആക്രമണത്തെ പിന്തുണച്ച് അറബ് രാജ്യങ്ങൾ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പല തരത്തിലും പല രീതിയിലും ഈ യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോൾ 2-3 ദിവസമായി ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തുന്നത് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായി എന്ന് മാത്രമല്ല, ഡസൻ കണക്കിന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കത്തിക്കരിഞ്ഞ രീതിയിൽ കാണപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. F-35 പോലെയുള്ള ഏറ്റവും വലിയ നൂതന യുദ്ധവിമാനങ്ങളുടെ നശീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന വിവരങ്ങളും നിലവിൽ അമേരിക്ക പുറത്തുവിടുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. കാരണം കൃത്യതയില്ലാത്ത ആക്രമണമാണ് അമേരിക്ക ഇറാന് നേരെ നടത്തുന്നത് എന്നുള്ളതും, എന്നാൽ വളരെ കൃത്യതയോടുകൂടി ചെറിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ നശീകരണം ഉണ്ടാകുന്ന പ്രവൃത്തിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളാണ് ഇറാൻ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല യുദ്ധ ആക്രമണങ്ങളും, ഇറാനെതിരെയുള്ള പല ആക്രമണങ്ങളും നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ജോർദാൻ്റെ ഭാഗത്തു നിന്നാണ് പുറത്തു വരുന്നത്. ജോർദാനിൽ തന്നെ 25 അതിൽ കൂടുതലോ അമേരിക്കക്ക് സൈനിക ബേസ് ഉണ്ട്, 60 സൈനിക ബേസ് ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ പബ്ലിക്കായ രീതിയിൽ അല്ലെങ്കിൽ പൊതുലോകത്തിന് അറിയാവുന്ന രീതിയിൽ ഏറെക്കുറെ 10 അതിൽ 12 മാത്രമാണുള്ളത്. അതിനപ്പുറമായ രീതിയിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടാണ് നിലവിൽ ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം. ഈ ആക്രമണത്തിൻ്റെ പ്രതിഫലനം ഇറാൻ്റെ അകത്തും ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് അതിൽ നിന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്നു. ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്ത് നിന്നാണ് വരുന്നത് എന്നതിനാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറെക്കുറെ ഫലം ചെയ്യുന്നു എന്നുള്ളതുമാണ്. 2 തരത്തിൽ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒന്ന്, ജോർദാൻ്റെ അകത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസും സൈനിക ശക്തിയും കുറയ്ക്കുക അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുക എന്നുള്ളത് ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടി വലിയ പങ്ക് വഹിക്കുന്നു. ഇത് അറബ് രാജ്യങ്ങളുടെ അഭിപ്രായമാണ്. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവസരമൊത്തു കഴിഞ്ഞാൽ കുറുക്കനെ പോലെ വളരെ കൃത്യതയോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യവും കൃത്യമായിരിക്കുന്ന രൂപരേഖയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിഷയത്തിലും, ഒരു വിഷയത്തിലൊന്നല്ല, അറേബ്യൻ മേഖല കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്രായേലിനെ സാമ്രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്നുള്ളതും ദൈവം എന്നെ അതിനാലാണ് നിയോഗിച്ചത്, അതിനുവേണ്ടിയാണ് നിയോഗിച്ചത് എന്നും 2025 UN സഭയിൽ വെച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത്. അതൊരു നിസ്സാര സംസാരമൊന്നുമല്ല. അതിന് ആരൊക്കെയാണോ എതിര് നിൽക്കുന്നത് അവരെ തീർച്ചയായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ജോർദാൻ അതിലുണ്ട്, ലെബനാനുണ്ട്, സിറിയ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, ഇറാഖിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, സൗദി അറേബ്യയുടെ സിംഹഭാഗമുണ്ട്. ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. അതിൽ പിന്നെ 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ നോക്കുന്നത് ആരാണ് എതിർക്കുന്നവർ, ഇസ്രായേലിനെ എതിർക്കുന്നവർ ആരാണ് എന്നുള്ളത്. അതിർത്തി പങ്കിടുന്ന ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന എതിർപ്പ് എല്ലാ കാലത്തും ഇസ്രായേലിനുണ്ടാകുന്നത് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണ രീതി കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് പ്രതിരോധം വേണ്ടത്, അവിടെയാണ് ആക്രമം വേണ്ടത്, അവരാണ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് എല്ലാ സമയത്തും അവർ പറയുന്നുണ്ട്. അതൊരു കൃത്യമായിരിക്കുന്ന വിവരവുമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രതിരോധിക്കുന്ന ലെബനാനിലുള്ള വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ടാണ് കരാർ വ്യവസ്ഥയിൽ പോലും, കരാർ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇറാനും മധ്യസ്ഥർ മുഖാന്തരം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ ലെബനാനിലെ ഹിസ്ബുള്ള ലെബനാനെ ആക്രമിക്കരുത് എന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാൻ. അതൊരു കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല.
അവരങ്ങനെ ഒഴിഞ്ഞു മാറി അത് തങ്ങളിൽപ്പെട്ടതല്ല, തങ്ങളുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലെബനാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ആ ലെബനാനിലുള്ള പ്രതിരോധം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്താണെങ്കിലും ജോർദാനിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഏറെക്കുറെ അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഭരണ സംവിധാനമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണുള്ളത്. അത് ഈജിപ്തിനുണ്ട്, അവർക്ക് നയതന്ത്ര ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്. ജോർദാനുണ്ട്, നയതന്ത്ര ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്. ഇപ്പം നിലവിൽ ഏറെക്കുറെ സിറിയയിലേക്കും അത് പറിച്ചു നടപ്പെട്ടിരിക്കും. സിറിയയുടെ അത് പൂർത്തിയായിട്ടില്ല, അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണെങ്കിൽ പോലും അമേരിക്കയാണ് സിറിയ നിയന്ത്രിക്കുന്നത് എന്നതിനാൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ അവസ്ഥാ സാഹചര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ കൃത്യമാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത് ഇപ്പം നടക്കുന്ന യുദ്ധം ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക വിഭാഗത്തിന് അവിടെ സുരക്ഷിതമായി ഇരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൃത്യമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള ഇടപെടലുകൾ ഇറാൻ നടത്തുമ്പോൾ അത് ആശ്വാസം പകരും. അപ്പോൾ ഇവിടെ പ്രബലമായിരിക്കുന്ന ഒരു സൈനിക ശക്തിയും സംവിധാനങ്ങളും ഇല്ലാതാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് പ്രോത്സാഹനം നൽകുന്നു. പ്രോത്സാഹനം നൽകുക എന്ന് പറഞ്ഞാൽ അവർ ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രോത്സാഹനം നൽകുക എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കയുടെ സൈനിക ശക്തി ക്ഷയിക്കണം, എങ്കിൽ മാത്രമേ സൗദി അറേബ്യ സുരക്ഷിതമാകൂ. ഈ ഒരവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ജോർദാൻ പിടിച്ചെടുക്കേണ്ട ഒരു രീതിയിലേക്ക് ഇസ്രായേൽ മാറുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ആരുണ്ടാവില്ല. അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ആകെ എതിർക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഇറാൻ മാത്രമാണ്. മറ്റൊരു രാജ്യം അതിനെ എതിർക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. അപ്പോൾ നേരെ പറഞ്ഞാൽ ഇതിനെ ജോർദാൻ കഴിഞ്ഞാൽ പിന്നീട് നേരെ സൗദി അറേബ്യയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ വിപുലീകരിക്കുന്ന സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ ജോർദാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ പിന്തുണക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഇറാൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്, അത് ജോർദാനിലെ ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ അമേരിക്കയുടെ സൈനിക സംവിധാനത്തിനെതിരെ രംഗത്ത് വരണം, പുറത്തിറങ്ങണം, പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും വേണം. അമേരിക്കയുടെ സൈനിക ബേസ് ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തണമെങ്കിൽ ജനങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത്. ഇത് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. മുമ്പ് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ ഇറാൻ നൽകുന്നു. മുമ്പ് പറഞ്ഞത് ഇറാൻ്റെ അകത്ത് ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കണം എന്ന് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് 2026 നടന്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ മൂല്യം ഇടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇറാനിൽ ആരംഭിച്ച സമയത്ത് അമേരിക്ക പറഞ്ഞത്, ജനങ്ങളെ നിങ്ങൾ സംഘടിക്കുക, നിങ്ങൾ ചേർന്ന് നിൽക്കുക, ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ കയ്യേറുകയും ആ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യണം. തൊട്ട് പിറകിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്ന് തരേണ്ട ഒരു വെളിപ്പാടകലെ ഉണ്ട് എന്നൊക്കെ ട്രംപ് അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പ്രസ്താവന ഇറക്കി. അവിടെ ജനാധിപത്യപരമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ വരും, അതിനുവേണ്ടി നിങ്ങൾ സ്വപ്നം കാണണമെന്ന് മുമ്പ് അവിടെ ഭരണ സംവിധാനത്തിൽ അട്ടിമറിക്കപ്പെട്ട പഹ്ലവി രാജവംശത്തിൽപ്പെട്ട വ്യക്തിയും പറഞ്ഞു. അപ്പോൾ സർവ്വ മേഖലയിലും ഈ ഇറാനെതിരെ പ്രക്ഷോഭം നടത്തുന്നവരെ പിന്തുണച്ചുകൊണ്ട് വലിയ പ്രസ്താവനകളും വലിയ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ അമേരിക്ക കരുതിയ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് നേരിടാൻ വേണ്ടി ഇറാൻ സാധിക്കാതെ വരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാർ വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീഴും. പകരം എന്ത് ചെയ്യും? പുതിയൊരു ഭരണ സംവിധാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിനനുസരിച്ച് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്.
ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള അലി ഖമനായി ഫെബ്രുവരി മാസത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി അവിടുത്തെ ജനങ്ങളെല്ലാം അമേരിക്കൻ വിരുദ്ധരായി ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാക്കി അവരെടുക്കാതെ രാജ്യത്തിന് നേരെ മറ്റ് വിദേശ രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന ആക്രമത്തെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ അതാണ് ആ സമയത്തുണ്ടായിരിക്കുന്ന സംഭവം. ഇപ്പോൾ നേരെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ജോർദാനോടാണ്, ജോർദാനിലെ ജനങ്ങളെ നിങ്ങൾ രംഗത്തിറങ്ങണം, നിങ്ങൾ അമേരിക്കക്കെതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കണം, അമേരിക്കയുടെ സൈനിക ബേസ് ഇല്ലാതാക്കാൻ വേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തണം, അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്ന് ജോർദാനിലെ ജനങ്ങളോട് ഇറാൻ പറഞ്ഞതോടുകൂടി ഈ മേഖല മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്.